കൽക്കി ഭഗവാൻ എൻ്റെ പ്രണാമം. ആദ്യമായി ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് ആളുകൾക്ക് ഗോപീഭാവത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഇത് കലിയുഗമാണ്. നമ്മളെല്ലാം ഡൈറ്റീസിനെയും വിട്ടിട്ട്, എല്ലാം മൂർത്തികളെയും വിട്ടിട്ട്, ഈവൻ ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നവർ പോലും കൽക്കി ഭഗവാനെയാണ് ആരാധിക്കേണ്ടത്. കാരണം കൽക്കി ഭഗവാനായി അവതരിച്ചിരിക്കുന്നത് മഹാശ്രീകൃഷ്ണനാണ്. ഇത്രയും പറഞ്ഞിട്ടും കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ പറയാം. പക്ഷെ ഞാൻ എന്തുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നു എന്ന് വെച്ചാൽ, ഇവഞ്ച്വലി നിങ്ങളെല്ലാവരും കൽക്കി ഭഗവാനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള വിശ്വാസത്തിലാണ്. കാരണം നിങ്ങളെ ശ്രീകൃഷ്ണ ഭഗവാനെ അടുപ്പിക്കുന്നതിലൂടെ നിങ്ങൾ ഇവഞ്ച്വലി കൽക്കി ഭഗവാനിലേക്കും ഇവഞ്ച്വലി അടുത്തേ മതിയാകും. ഭഗവാൻ നിങ്ങളെ എത്തിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാനോട് എങ്ങനെ നിങ്ങൾക്ക് അടുക്കാം എന്നുള്ളതിനെ പറ്റി ഞാൻ വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ ആദ്യമായി ഭഗവാൻ പുരുഷോത്തമനാണ്. ഭഗവാൻ പുരുഷോത്തമനായതുകൊണ്ട് തന്നെ ഭഗവാന്റെ പോളാർ ഓപ്പോസിറ്റ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെ പുരുഷഗുണത്തിൻ്റെ അത്യുത്തമ ഭാവത്തിലിരിക്കുന്ന ഭഗവാനെ ആകർഷിക്കണമെങ്കിൽ സ്ത്രീത്വത്തിൻ്റെ അത്യുന്നത ഭാവത്തിലായിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് സ്ത്രീത്വത്തിൻ്റെ അത്യുന്നത ഭാവം എന്ന് പറയുന്നത്? നമ്മുടെ പഴയ സീരിയലുകൾ എടുത്ത് നോക്കിയാൽ മതി. ആ സീരിയലുകളിൽ നമ്മൾക്ക് കാണാവുന്നതാണ് ഉത്തമ സ്ത്രീഭാവം എന്താണെന്നുള്ളത്. അത് നമ്മുടെ എല്ലാം കൾച്ചറലി ഇൻഗ്രെയിൻഡ് ആയിട്ടുള്ളത് മാത്രമല്ല, അതെല്ലാം നമ്മുടെ ഒരു ആർഷ് കൂടെയാണ്. പണ്ട് മുതലേ സീരിയലുകളിൽ ചിത്രീകരിച്ചിട്ടുള്ള ഒരു ഉത്തമ സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. ആ സ്ത്രീ കഥാപാത്രങ്ങളുടെ സ്വഭാവമാണ് ശരിക്കും വേണ്ടത് ശ്രീകൃഷ്ണ ഭഗവാനെ ആകർഷിക്കാൻ. ഒന്നാമത്തെ കാര്യം, ഭഗവാനെ ആരാധിക്കാൻ, പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ ഭഗവാനെ ഗോപീഭാവത്തിൽ ആരാധിക്കുന്ന വ്യക്തികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, ഒരിക്കലും അവർ ഈഗോയ്ക്ക് അടിമപ്പെടാൻ പാടില്ല. ഭഗവാനെ വളരെ എളിമയോടെ തങ്ങളൊന്നുമല്ല എന്നുള്ള ഭാവത്തോടെ വേണം ഭഗവാനെ എപ്പോഴും അപ്രോച്ച് ചെയ്യാൻ. നമുക്കൊരിക്കലും അഹന്ത പാടില്ല. പബ്ലിക്കലി ആയാലും നമ്മൾ പ്രൈവറ്റ് ആയാലും നമുക്ക് അഹന്ത തീരെ പാടില്ല. നമ്മൾ മറ്റാരുടെ അടുത്ത് നമ്മുടെ ഭക്തിയുടെ മേന്മ പറയുകയോ, എനിക്കറിയാം കൃഷ്ണനെ, എനിക്കറിയാവുന്ന പോലെ കൃഷ്ണനെ മറ്റാർക്കും അറിയില്ല, അല്ലെങ്കിൽ എനിക്കറിയാം രാധാദേവി, എനിക്കറിയാവുന്ന പോലെ മറ്റാർക്കും അറിയില്ല എന്നൊന്നും ഒരിക്കലും ക്ലെയിം ചെയ്യാൻ പാടില്ല. കാരണം ആർക്കും അറിയില്ല ശ്രീകൃഷ്ണ ഭഗവാനെ, ആർക്കും അറിയില്ല രാധാദേവി, ആർക്കും അറിയില്ല. ഭഗവാൻ അനുഗ്രഹം കൊണ്ട് മാത്രമേ ഒരാൾക്ക് അറിയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ദേവി ഏത് മേനി പറയാനാണെങ്കിലും അല്ലെങ്കിലും ഒരിക്കൽ പോലും അങ്ങനെ പറയാതിരിക്കുക. കാരണം അത് അഹന്ത വളർത്തും. അഹന്ത ഭഗവാനെ കൂടുതൽ അകറ്റുകയുള്ളൂ. അഹന്ത ഭഗവാനെ നമ്മളിൽ നിന്ന് അകറ്റുകയുള്ളൂ. ദേവി ഇത് ഭഗവാനെ സ്നേഹിക്കുന്ന ഒരാൾക്കും ഭഗവാൻ അകലുന്നത് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എനിക്കറിയാം, നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ഭഗവാനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഹന്തയെ ഉപേക്ഷിക്കും. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭഗവാനെ ഉപേക്ഷിക്കേണ്ടി വരും. നിങ്ങളുടെ ഭഗവാനെ ഉപേക്ഷിക്കേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങളുടെ അഹന്ത ഉപേക്ഷിക്കണം. ഏതിലൊന്ന് ഉപേക്ഷിച്ചേ മതിയാവും. നിങ്ങൾ ഭഗവാനെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ അഹന്ത തീർച്ചയായും ഉപേക്ഷിച്ചിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തന്നെ അഹന്ത നിങ്ങളെ ഉപേക്ഷിക്കുക. അഹന്ത ഉപേക്ഷിച്ചില്ലെങ്കിൽ ഭഗവാൻ നിങ്ങളെ ഉപേക്ഷിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ സ്നേഹം സത്യമാണെങ്കിൽ നിങ്ങളുടെ അഹന്ത ഉപേക്ഷിക്കും. നിങ്ങൾ ഭഗവാനെ മുറുകെ പിടിക്കും. നിങ്ങൾ ആരുടെ വേണമെങ്കിലും ദാസിയായിട്ട് പ്രവർത്തിക്കും. ഭഗവാന്റെ ആയവരുടെ ദാസി പോലും ആവാൻ തയ്യാറാവണം. ആ ഒരു മനസ്സ് ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആ ഒരു നിശ്ചയദാർഢ്യം, ആ ഒരു സ്നേഹം ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സ്വയം എന്തോ ആണ്, സ്വയം താൻ ഭഗവാനെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊന്നും ആരും ധരിച്ചു വെച്ചേക്കരുത്. എല്ലാം ഭഗവാന്റെ കാരുണ്യം മാത്രമാണ്. പിന്നെ നിങ്ങളുടെ ഭക്തി സത്യമാണെങ്കിൽ, നിങ്ങൾക്ക് ഭഗവാനോട് അടുക്കാൻ ഒരു ഗുരുവിനെ കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ ഭക്തി സത്യമാണെങ്കിൽ നിങ്ങൾ എന്ത് വില കൊടുത്തും ആ ഗുരുവിൻ്റെ കീഴിൽ പോകും. കാരണം നിങ്ങൾക്ക് ഭഗവാനിൽ വിശ്വാസമുണ്ട്. നിങ്ങൾ വിളിക്കുന്ന ഭഗവാനിൽ സത്യമാണെങ്കിൽ ആ ഗുരുവിലൂടെ നിങ്ങൾക്ക് ഭഗവാനെ കണ്ടെത്താൻ കഴിയും. ആ ഒരു ഉറച്ച വിശ്വാസം നിങ്ങൾക്ക് വരും. നിങ്ങൾ ഏത് ഗുരുവിൻ്റെ അടുത്ത് പോയാലും ഭഗവാൻ നിങ്ങളെ സംരക്ഷിക്കാനുണ്ടാവും. ആ ഒരു വിശ്വാസം ഉണ്ടാവും. ഒരു ആത്മീയ ഗുരു എന്ന് പറയുന്നത് നമ്മൾ ഭഗവാനെ പോലെ തന്നെ നമ്മൾ സ്നേഹിക്കേണ്ട ഒരു വ്യക്തിയാണ്. കൽക്കി ഭഗവാൻ നമുക്ക് ഗുരുസ്വരൂപമായിട്ടാണ് ഭഗവാൻ വന്നിരിക്കുന്നത്. അപ്പോൾ കൽക്കി ഭഗവാനെ വിശ്വസിക്കുക. കൽക്കി ഭഗവാനെ വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് ഭഗവാൻ സാക്ഷാത്കാരം കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് കൽക്കി ഭഗവാന്റെ വിശ്വാസം വന്നില്ലെങ്കിലും വേണ്ടില്ല, പക്ഷെ ആ ഗുരുസ്വരൂപം എന്നുള്ള നിലയിൽ മാത്രം നിങ്ങൾ ബഹുമാനിച്ചാൽ തന്നെ നിങ്ങൾക്ക് എല്ലാ ബെനിഫിറ്റും, നിങ്ങൾക്ക് ആ വിശ്വാസം വരാനുള്ള എല്ലാ തെളിവുകളും നിങ്ങൾക്ക് കാലക്രമേണ ലഭിക്കും. നിങ്ങൾ കൽക്കി ഭഗവാനെ ഗുരുസ്വരൂപം എന്നുള്ള രീതിയിൽ തന്നെ തുടക്കത്തിലൊന്ന് അക്സെപ്റ്റ് ചെയ്യൂ. എന്നിട്ട് നിങ്ങൾക്ക് അനുഭവത്തിൽ വരുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചാൽ മതി. കാരണം ഗുരു ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ ഐതിഹ്യം അറിയില്ലേ? ആ ഗുരുവിനൊന്നും അറിയില്ലായിരുന്നു. എന്നിട്ട് പോലും തൻ്റെ ശിഷ്യനെ പുള്ളി എന്തോ തെറ്റായ നിർദ്ദേശം കൊടുത്തു. പക്ഷേ ഗുരുവിനോട് അത്രയും വിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ട് പുള്ളി അത് കൃത്യമായിട്ട് അനുസരിച്ചുകൊണ്ട് അത് ഭഗവാൻ കണ്ടു. ഭഗവാനാണ് അതിന് ഫലം കൊടുത്തത്. അപ്പോൾ നമ്മൾ ഒന്നും നിഷ്കാമ കർമ്മം ചെയ്യുക. നമ്മൾ വിശ്വാസം, ഭഗവാൻ എപ്പോഴും നമ്മൾ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം വേണം.
ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം വിശ്വാസമാണ്. ഞാൻ ഇതുപോലെ ഭഗവാനെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഭഗവാനെ ലഭിക്കാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. ആ എന്തും ചെയ്യാൻ തയ്യാറുള്ള ഒരു മനസ്സുള്ള വ്യക്തി, അയാൾക്കാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ സ്നേഹമുള്ളത്. അല്ലാതെ നമ്മൾ എക്സ്ക്യൂസ് പറഞ്ഞ് രക്ഷപ്പെടുകയല്ല വേണ്ടത്. നമ്മൾ ഭഗവാൻ എപ്പോഴും കൂടെയുണ്ട്, ഭഗവാനാണ് എന്നെ നയിക്കുന്നത് എന്നുള്ളൊരു ഉത്തമ ബോധ്യം വേണം. അഹങ്കാരം ഒഴിവാക്കണം. എനിക്ക് പറയാനുള്ളതെല്ലാം കൃത്യമായി പറഞ്ഞോ ഇല്ലയോ എന്ന് അറിയില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു പ്ലാൻഡ് അല്ലാത്തൊരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ആത്മാർത്ഥമായി ഭഗവാനെ തേടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഹന്തയെല്ലാം മാറ്റിവെച്ച് നിങ്ങൾ ഭഗവാനിൽ വിശ്വസിക്കാൻ തയ്യാറാകും. കാരണം നിങ്ങൾ എവിടെ പോയാലും ഭഗവാൻ നിങ്ങളുടെ കൂടെ സംരക്ഷിക്കാൻ ഉണ്ടാകുന്നുള്ള ഉത്തമ ബോധ്യം നിങ്ങൾക്ക് കാണും. കൽക്കി ഭഗവാൻ എൻ്റെ പ്രണാമം.